ഹായ് ഹലോ. അപ്പോൾ ഇന്ന് നല്ലൊരു മോരുകറി ഉണ്ടാക്കിയാലോ. എൻ്റെ കയ്യിൽ കുറച്ച് കുമ്പളങ്ങയും കായും ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇട്ടിട്ടാണ് ഞാൻ മോരുകറി ഉണ്ടാക്കണത്. അപ്പോൾ ചിലവർ മോരുകറി എന്നൊക്കെ പറഞ്ഞാൽ വെറുതെ മോര് കാച്ചിയതാണ് കേട്ടോ. പക്ഷെ നമ്മൾ മോരുകറി എന്ന് പറഞ്ഞാൽ അതിൽ ഫുൾ ഓഫ് വെജിറ്റബിൾസ് തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ അത് ഇന്നതെന്നൊന്നുമില്ല. നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നത് വെള്ളരിക്കയും കുമ്പളങ്ങയും അതുപോലെ മുരിങ്ങക്കായ ഇടും, പിന്നെ ചക്കക്കുരു ഇടും, പിന്നെ നമ്മുടെ കായ ഇടും, നേന്ത്രക്കായ ഇടും, അങ്ങനത്തെ ഒക്കെ വെജിറ്റബിൾസ് വെച്ചിട്ടാണ് നമ്മൾ മോരുകറി വെക്കുന്നത്. അപ്പോൾ അതാ ഞാൻ ഈ കുമ്പളങ്ങേനെയും കായേനെയൊക്കെ ഒന്ന് വാഷ് ചെയ്ത് കട്ട് ചെയ്തെടുക്കട്ടെ. ഇതൊക്കെ നാടനാണ് കേട്ടോ, വീട്ടിൽ ഉണ്ടായത് സാധനങ്ങളാണ്. അപ്പോൾ അതിനെല്ലാം ചെറിയ ചെറിയ പീസസൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ കുമ്പളങ്ങയുടെ തൊലിയെല്ലാം കളഞ്ഞിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ കായ ഞാൻ തൊലി കളയാറില്ല. നാട്ടിൽ നമ്മുടെ വീട്ടിലുണ്ടാക്കിയ ഐറ്റംസൊക്കെ ആണെങ്കിൽ ഞാൻ അധികം തൊലി കളയാറില്ല കേട്ടോ. കെമിക്കൽസൊന്നും ഇടാതെ ഉണ്ടാക്കണതല്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ തൊലിയൊന്നും കളയാറില്ല. അപ്പോൾ കായ ഞാൻ ചെറുതാക്കി ഇങ്ങനെ ഇതേ വലിപ്പത്തിൽ ഇങ്ങനെ അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി കൂടുതൽ വെജിറ്റബിൾസൊക്കെ ഉണ്ടെങ്കിൽ എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുമ്പളങ്ങയും കായയാണ്. അപ്പോൾ ഇത് രണ്ടും അങ്ങനെ അരിഞ്ഞൊക്കെ സെറ്റാക്കി വെച്ചു. പിന്നെ നമുക്ക് വേഗം കുക്ക് ചെയ്യണമല്ലോ, അതുകൊണ്ട് ഞാൻ ഒരു ചെറിയ കുക്കർ എടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വീട്ടിലൊക്കെ ആണെങ്കിൽ അമ്മ നമ്മുടെ മൺചട്ടിയിലൊക്കെയാണ് കുക്ക് ചെയ്യുക. അപ്പോൾ അതിനും നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ വേഗം കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുക്കറിലിട്ട് ഒരു വിസിലടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെജിറ്റബിളൊക്കെ പെട്ടെന്ന് നമുക്ക് കുക്കായി കിട്ടും. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് കല്ലുപ്പാണ് ചേർത്ത് കൊടുത്തത്. കറിയിലൊക്കെ ഞാൻ കൂടുതലും കല്ലുപ്പാണ് യൂസ് ചെയ്യാറ്. പിന്നെ ഏത് ഉപ്പ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. പൊടിയുപ്പാണെങ്കിൽ അതിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ കല്ലുപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. അതുപോലെ ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ കുക്കറിൽ അടച്ച് വെച്ചിട്ട് വേവിക്കുകയാണ് ഇനി ചെയ്യുന്നത്. പച്ചക്കറി മുങ്ങിക്കിടക്കാനുള്ള അത്ര വെള്ളം മതി കേട്ടോ, അതിൽ കൂടുതൽ വെള്ളമൊന്നും വേണ്ട. അപ്പോൾ ഇതാ കുക്കറൊക്കെ വെച്ചിട്ട് നമ്മൾ വേവിക്കാനായിട്ട് വെച്ചു. വിസിലൊക്കെ ഇട്ട് കൊടുത്തു. ഇനി ഒരു വിസിൽ അത്ര മതിയാവും, പെട്ടെന്ന് വെന്ത് കിട്ടും നമ്മുടെ കായയും കുമ്പളങ്ങയല്ല. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഇതിനൊരു അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് കുറച്ച് പച്ചമുളക് എടുക്കുക, നമ്മുടെ ആവശ്യത്തിന് എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് എടുക്കാം. അതിനുശേഷം നമ്മുടെ കുരുമുളക് ഞാൻ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ജീരകം, നല്ലൊരു മണത്തിനായിട്ട് ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മുടെ തേങ്ങ ഇട്ട് കൊടുക്കുക. പിന്നെ തേങ്ങയും തൈരും ഒരുമിച്ചാണ് ഞാൻ അരച്ചെടുക്കുന്നത്. അപ്പോൾ തേങ്ങയുടെ കൂട്ടത്തിൽ തന്നെ തൈര് ഒഴിച്ചിട്ട് അരച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ഒന്ന് കൊഴുപ്പ് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ നമ്മൾ കുരുമുളകൊക്കെ കറിയിലൊക്കെ ചേർക്കുകയാണെങ്കിൽ നല്ലതാണ്. കുട്ടികൾക്കൊക്കെ ആണെങ്കിലും വയറിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാനൊക്കെ നല്ലതാണ്. അപ്പോൾ കുരുമുളകൊക്കെ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ ഡയറ്റിൽ അത് നല്ലൊരു കാര്യമാണ്. അപ്പോൾ അതാ ഞാൻ അങ്ങ് തേങ്ങയും തൈരും ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായി അങ്ങ് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അധികം പുളിയില്ലാത്ത തൈരൊക്കെ ചേർത്താൽ മതി കേട്ടോ. അത്ര അങ്ങ് പുളി വേണ്ട, ചെറിയൊരു പുളി അത് മതിയായിരിക്കും. ഞങ്ങളാണെങ്കിൽ ഇവിടെ പാക്കറ്റ് തൈര് വാങ്ങുന്നതാണ്. അപ്പോൾ തൈരും കുറച്ച് വെള്ളവും പിന്നെ ഈ ഒരു 2 പിടി തേങ്ങയൊക്കെ ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് ഇതങ്ങ് അരച്ചെടുക്കുക. അതിനുശേഷം നമ്മുടെ കായും കുമ്പളങ്ങയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ അരപ്പ് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. തീ ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കുക, അല്ലെങ്കിൽ സിമ്മിലൊന്ന് ആക്കിയിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അരപ്പ് അതിലേക്ക് അങ്ങനെ ഒഴിച്ചു കൊടുത്ത് ഇത് നന്നായി കിടന്നൊന്ന് യോജിക്കട്ടെ. ഇനി ഇതാ നന്നായി ഒന്ന് മിക്സായി വരുമ്പോൾ നല്ല യെല്ലോ കളറൊക്കെ ആയി വന്നിട്ടുണ്ട് കേട്ടോ. എനിക്ക് മോരുകറി നല്ല മഞ്ഞ കളറിലൊക്കെ ഇരിക്കേണ്ടതാണ് ഇഷ്ടം. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് തിളയ്ക്കുക, ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി, അതിൽ കൂടുതലൊന്നും വേണ്ട. പിന്നെ നമുക്കിനി വേറൊരു ചീനച്ചട്ടി വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് കടുക് പൊട്ടിക്കുക, അത്രയേ ഉള്ളൂ. മോരുകറി ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. പിന്നെ കുറച്ച് കൂടുതൽ അങ്ങ് കടുകും ഉലുവയും അതുപോലെ ചുവന്ന മുളകും കറിവേപ്പിലയാണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ അതൊക്കെ അങ്ങ് പൊട്ടിയതിന് ശേഷം നമ്മുടെ ഈ കുക്കറിലത്തെ കറിയിലേക്ക് അതങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ മോരുകറിയിലൊക്കെ ഇങ്ങനെ ഉലുവ ചേർക്കും. കടുക് പൊട്ടിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഉലുവ കുറച്ച് ചേർക്കും. അതിനുശേഷം നമ്മൾ ഈ വറ്റൽമുളകും കറിവേപ്പിലൊക്കെയാണ് ഇട്ട് കൊടുക്കുന്നത്. അതൊക്കെ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതാ കറിയിലേക്ക് ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കറി ഒന്ന് അടച്ച് വെക്കാം കേട്ടോ. അപ്പോഴാണ് അതിൻ്റെ ആ മണമൊക്കെ അങ്ങ് അതിൽ തന്നെ നിന്ന് എന്തോ നല്ലൊരു മണം നമുക്ക് കിട്ടും കേട്ടോ ആ സമയത്ത്. അപ്പം നന്നായി ഇതൊന്ന് കയ്യിലൊക്കെ മാറ്റിയിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമ്മളിത് ഓപ്പൺ ചെയ്ത് കറിയായിട്ട് സെർവ് ചെയ്തോ അല്ലെങ്കിൽ വേറെ പാത്രത്തിലേക്കൊക്കെ ഒന്ന് മാറ്റി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതാ ഒരു പാത്രമൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിലേക്ക് കറിയൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ അടിപൊളിയായിട്ടുള്ള മോരുകറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നാൽ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണട്ടെ. പിന്നെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ.